അസ്സലാമു അലൈക്കും. ഉമ്മ, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? ഞാൻ ഇന്നലെ എവിടെയാണ് പോയതെന്നോ? ഞാൻ പറയാം, കേട്ടോ. ഞാൻ എൻ്റെ ഇത്തയെ കാണാനാണ് പോയത്. മുഫീദ ദേഷ്യത്തോടെ പറഞ്ഞു. സഫിയ നെട്ടി. ആരെ? ആ പിഴച്ചവളെയോ? സഫിയ ദേഷ്യത്തോടെ ചോദിച്ചതും മുഫീദയുടെ മുഖം വലിഞ്ഞു മുറുകി. പിഴച്ചവളോ? ആരാണുമ്മ പിഴച്ചവള്? വെറുതെ ഒരാളെ പിഴച്ചവളെന്ന് വിളിക്കുമ്പോളേ ഈ നിൽക്കുന്ന നിങ്ങളും ഞാനൊക്കെ പിഴച്ചവളായിരിക്കുമല്ലോ. മുഫീദയുടെ വാക്കുകളിൽ ഒരു കൊട്ട പുച്ഛം തുളുമ്പിയിരുന്നു. ഡീ, നിന്നെ ഉണ്ടല്ലോ. സഫിയ അവളെ നോക്കി പല്ലുറുമ്പി. എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കോ ഉമ്മ, റസിയെ നിങ്ങൾ തന്നെ പ്രസവിച്ചതാണോ? അതോ എൻ്റെ ഇത്താത്തിയെ നിങ്ങൾക്ക് കളഞ്ഞു കിട്ടിയത് വല്ലോ ആണോ? പറമ്മ, പറയേ. രണ്ടാനമ്മമാർ ഭർത്താവിൻ്റെ ആദ്യ മന്ദത്തിലുള്ള കുട്ടികളെ ഇങ്ങനെയൊക്കെ പറയുന്നത് സ്വാഭാവികം. ഇത് സ്വന്തം മോളെ. ഛേ, നിങ്ങളൊക്കെ ഒരു സ്ത്രീയാണോ? മുഫീദ ദേഷ്യത്തോടെ ചോദിച്ചു. ഒരുപാട് നാളായി നെഞ്ചിൽ കെട്ടിക്കിടന്നൊരു ചോദ്യം. റസിയയെ എന്നും ഉപദ്രവിക്കുമ്പോൾ പുറത്തേക്ക് ചാടാൻ വെമ്പൽ കൊണ്ടിരുന്ന ചോദ്യം. പക്ഷേ അപ്പോഴൊക്കെ തൻ്റെ മാതാവിൻ്റെ മനം നീറുമല്ലോ എന്നോർത്ത് മാത്രമാണ് ചോദിക്കാതിരുന്നത്. എന്നാലിന്ന് തോന്നുന്നു അത് തൻ്റെ വെറും തോന്നലായിരുന്നെന്ന്. ഹൃദയമുള്ളവർക്കല്ലേ അങ്ങനെ കേൾക്കുമ്പോൾ വേദനയുണ്ടാവും. സ്വന്തം മകളുടെ കണ്ണുനീര് കണ്ടിട്ടോ ഇത്തിരി പോലും മനസ്സിലിവ് തോന്നാത്ത ഇവർക്ക് ഹൃദയമുണ്ടോ? മുഫീദയുടെ വാക്കുകൾ കൃത്യമായി റസിയയുടെ പത്തിക്ക് തന്നെ കൊണ്ടിരുന്നു. നിർത്തടി അധിക പ്രസംഗേ. എല്ലാ പെണ്ണുങ്ങളെപ്പോലെയും പേറ്റുനോവറിഞ്ഞ് തന്നെയാ ഞാൻ അവളെയും പ്രസവിച്ചത്. 10-20 വർഷം പൊന്നു പോലെ നോക്കിയതുമാണ്. എന്നിട്ട് അവളെനിക്ക് തന്നതോ വെറുതെ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാനായിട്ടൊരു ജന്മം. ഛേ, അവളെൻ്റെ വയറ്റിൽ തന്നെ കൊരുത്തു പോയല്ലോ എന്നാണ് എനിക്ക്. റസിയോട് തോന്നിയ വെറുപ്പ് മുഴുവൻ ആ ശബ്ദത്തിലുണ്ടായിരുന്നു. പേരുദോഷം കേൾപ്പിച്ചവരെ പിന്നെ ഞാൻ പേച്ചവളെന്നല്ലാതെ പുണ്യാളത്തിന്ന് വിളിക്കണോടി? സഫിയ കിതാപ്പോടെ പറഞ്ഞു നിർത്തി. തീർന്നോ അമ്മ, തീർന്നോ? നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ ഉള്ളിൽ നിറച്ചും വിഷമാണ്. അതിങ്ങനെ തിളച്ചു തോന്നുന്നത് കൊണ്ടാണല്ലോ സ്വന്തം മക്കളെ പോലും വിശ്വാസമില്ലാതാവുന്നത്. വല്ലവരും വല്ലതും പറയുന്നത് കേട്ട് മകളെ തള്ളിപ്പറയും മുമ്പ് അവൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ചെവിയൊന്നും കൊടുക്കാമായിരുന്നില്ലേ നിങ്ങൾക്ക്? നിങ്ങളോടൊക്കെ ആ പാവം എന്ത് തെറ്റ് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറയുന്നതെന്നും ഒരു മറുവാക്ക് പോലും പറയാതെ അനുസരിച്ചിട്ടല്ലേ എൻ്റെ ഇത്ത? നിങ്ങളുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയല്ലേ ആ പാവം രണ്ടാമതൊരു വിവാഹം കഴിച്ചത്? എന്നിട്ടോ ഇപ്പോൾ എന്തായി? നിറയെ പൊന്നും പണവും കൊടുത്ത് ഇവിടെ അധികപ്പറ്റായ മോളെ അവർക്ക് നിങ്ങൾ വിൽക്കുകയില്ലായിരുന്നോ? അതുകൊണ്ടല്ലേ അവിടെ അനുഭവിക്കുന്ന പീഡനങ്ങൾ എൻ്റെ ഇത്താത്ത കരഞ്ഞു പറഞ്ഞിട്ടും നിങ്ങൾ അയാളെ വിളിച്ച് കാര്യം അന്വേഷിക്കുക കൂടി ചെയ്യാത്തത്? അതോ വിവാഹം കഴിച്ചേച്ചാൽ പിന്നെ നിങ്ങൾക്ക് ആ മകളോടുള്ള ബാധ്യത തീർന്നെന്ന് കരുതിയോ? അതുകൊണ്ടാവും ഭർത്താവ് ചവിട്ടിയരച്ചാലും ആ കാൽക്കീയിൽ തന്നെ നിൽക്കണമെന്ന് നിങ്ങൾ എൻ്റെ ഇത്തയെ ഉപദേശിച്ചതല്ലേ? സത്യം പറ. മുഫീദ നിന്ന് ജ്വലിക്കുകയായിരുന്നു. ഓഹോ, അപ്പോൾ ഇതൊക്കെ അവൾ പഠിപ്പിച്ച് വിട്ടതാണോ നിന്നെ? കണ്ണീര് കാണിച്ച് അല്ലെങ്കിലും ആളുകളെ കയ്യിലെടുക്കാൻ അവൾ മിടുക്കിയ. സഫിയുടെ വാക്കുകളിൽ പരിഹാസം കലർന്നു. ഒരാൾ പറയുന്നത് കണ്ണും പൂട്ടി വിശ്വസിക്കാനേ റസിയല്ല, ഇത് മുഫീദയാണ്. ആ പാവം എല്ലാവരെയും വിശ്വസിക്കായിരുന്നു. അതുകൊണ്ടല്ലേ ആ പാവം നിങ്ങളെ ഉള്ളിലേക്ക് ഒളിപ്പിച്ച് വെച്ച ചതി മനസ്സിലാക്കാതെ പോയത്. ഇതേപോലെ ഇല്ല കേട്ടോ ഞാൻ. സത്യം എന്താണെന്ന് തിരിച്ചറിയാനുള്ള വകതിരിവൊക്കെ എനിക്കുണ്ട്. ഒന്ന് ഞാൻ പറയാം, എൻ്റെ ഇത്താത്ത പങ്കെടുക്കാതെ മുഫീദയുടെ നിക്കാഹ് ഒരിക്കലും നടക്കില്ല. ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞവൾ ചവിട്ടിത്തുള്ളി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സഫിയ എന്തോ പറഞ്ഞുകൊണ്ട് കൂടെ ചെന്നതും അവളുടെ മുന്നിലേക്ക് ഇറങ്ങി വന്നു നജീബ്. സഫിയ, വേണ്ട. അവരിനി എന്തെങ്കിലും പറയും മുമ്പ് തന്നെ വാക്കുകൊണ്ട് തടഞ്ഞു നജീബ്. ഇക്കാക്ക, ഞാൻ അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ആ അസത്തിനെ വിളിക്കാതെ അവളുടെ നിക്കാഹ് നടക്കൂല എന്ന്. അവൾ പറഞ്ഞതിലും കാര്യമില്ലേ സഫിയ? അവൾ പുതുമണവാട്ടിയായി ഇറങ്ങുമ്പോൾ അവളുടെ കൂടെപ്പിറപ്പും അവിടെ ഉണ്ടാകണമെന്ന് അവൾ ആഗ്രഹിച്ചു കാണൂലേ? നിനക്ക് മാത്രം എന്താടി? അവൾ നിൻ്റെ മോളല്ലേ? അവളെ ഉണ്ടാക്കിയിട്ട് കടന്നു കളഞ്ഞവനോടുള്ള ദേഷ്യവും വെറുപ്പും ഇനിയും ബാക്കിയാണോ? നജീബ് കരുണയോടെ പറഞ്ഞതും സഫിയ അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. എൻ്റെ മോള് കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടോ ഇക്കാക്ക? സ്വന്തം മോളല്ലാതിരുന്നിട്ടും നിങ്ങളവളെ ഒരു ഉപ്പയുടെ സ്നേഹം കൊടുത്തല്ലേ വളർത്തിയത്? എന്നിട്ടും അവൾ നിങ്ങൾക്ക് വേദന മാത്രം തരുന്നത് കാണുമ്പോൾ അവളോടുള്ള എൻ്റെ വെറുപ്പ് ഇരട്ടിയാവുകയാണല്ലോ. സഫിയ ആ മനുഷ്യൻ്റെ നെഞ്ചിൽ കിടന്ന് വിതുമ്പി. വിവാഹത്തിന് മുമ്പ് തനിക്ക് പറ്റിപ്പോയൊരു തെറ്റ് ആദ്യ രാത്രി തന്നെ തുറന്നു പറഞ്ഞപ്പോൾ സാരമില്ലടി, നിൻ്റെ ഉള്ളിലെ കുഞ്ഞിനെ ഞാൻ ബാപ്പയായിക്കോളാം എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച ആ നല്ല മനുഷ്യനോടുള്ള അലിവായിരുന്നു അപ്പോൾ ആ സ്ത്രീയുടെ ഉള്ളിൽ നിറഞ്ഞത്. അതൊന്നും പറയല്ലേ
സഫിയ ഇനി. ഇക്കാലം അത്രയും ആ രഹസ്യം എൻ്റെയും നിൻ്റെയും ഉള്ളിൽ ഒതുക്കിയില്ലേ? ഇനിയും അത് അവിടെ തന്നെ കിടക്കട്ടെ. നജീബ് സഫിയയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മറന്നുവെച്ച് ഫോൺ തിരിച്ചെടുക്കാൻ വേണ്ടി കയറി വന്ന മുഫീദ ബാപ്പയുടെയും ഉമ്മയുടെയും സംസാരം കേട്ട് ഞെട്ടി അവിടെ തന്നെ നിന്നുപോയി. താൻ കേട്ടതൊന്നും സത്യമായിരിക്കരുത് എന്ന മനം പൊട്ടിയുള്ള പ്രാർത്ഥനയോടെ ചുവരിനിപ്പുറത്തേക്ക് നീങ്ങി നിന്ന് പതഞ്ഞ് പൊട്ടാറായ നെഞ്ചിൽ കൈവച്ചു മുഫീദ. പക്ഷേ അത് തന്നെയാണ് സത്യമെന്ന് വിളിച്ചോതുന്ന ഉമ്മയുടെയും ഉപ്പയുടെയും സംസാരം വീണ്ടും അവളുടെ കാതിലേക്ക് തുളച്ചു കയറി അവളെ ഒന്നാകെ ഉലച്ചു കളഞ്ഞു. അവൾ മുഖം പൊട്ടിക്കരഞ്ഞുപോയി. ഇന്നലെ റസിയ പറഞ്ഞു കൊടുത്ത ഷിബിലിയുടെ ഷോപ്പ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല മുഫീദക്ക്. അത്യാവശ്യം തിരക്കുള്ള ഷോപ്പ് തന്നെയാണ്. അകത്തേക്ക് കാലെടുത്ത് വെച്ചതും മാം എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ഭംഗിയിൽ സാരി ഉടുത്തൊരു പെൺകുട്ടി അവളുടെ അടുത്തേക്ക് വന്നു. മുഫീദ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം അങ്കലാപ്പോടെ ആ പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. ഷിബിലി, ആളെ കാണാനാ? ആളെവിടെയുണ്ടോ? പെട്ടെന്ന് തന്നെ ചോദിച്ചവൾ. ബോസ് ഉണ്ടല്ലോ, ദേ അവിടേക്ക് ചെന്നോളൂ. ബില്ലിംഗ് സെക്ഷനിലേക്ക് ചൂണ്ടിയവൾ പറഞ്ഞതും മുഫീദയുടെ കണ്ണുകൾ അങ്ങോട്ട് പാഞ്ഞു. അവിടെ 2 ചെറുപ്പക്കാരുണ്ട്. അതിലേതാണോ ഷിബിലി എന്ന ചിന്തയോടെ മുന്നോട്ട് ചുവടുവെച്ചതും എവിടെയോ കണ്ടു മറന്നതുപോലൊരു മുഖം കണ്ണിൽ ഉടക്കി. വൈറ്റ് ഷർട്ടും ബ്ലൂ ജീൻസും അണിഞ്ഞൊരു സുന്ദരൻ. ആ കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകതയുള്ളതുപോലെ. അത് അയാൾ തന്നെയാണ്. അന്ന് ഇത്തയുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്നയാൾ. ഹൃദയത്തിൻ്റെ ഏതോ ഒരു കോണിൽ നിന്നും ആ മുഖത്തിനുടമയെ ഓർത്തെടുത്തപ്പോഴേക്കും അവൻ്റെ തൊട്ടു മുൻപിലേക്ക് എത്തി നിന്നിരുന്നു അവൾ. ജോലിയിൽ മുഴുകിയിരിക്കുന്ന ഷിബിലിയുടെ കണ്ണുകൾ വെറുതെ ഒന്ന് തെന്നിമാറിയതും മുഫീദയെ കണ്ടു. ഒറ്റ നോട്ടത്തിൽ അവളെ മനസ്സിലാക്കിയെടുത്തിരുന്നു അവൻ. അല്ലെങ്കിലും അവളെ അവൻ മറന്നിട്ടൊന്നുമില്ലല്ലോ. അവൻ്റെ പെണ്ണിൻ്റെ കൂടപ്പിറപ്പിനെ അവനെങ്ങനെ മറക്കും? ചെറുകുന്നത്ത് വീട്ടിൽ അവന് വെറുപ്പ് തോന്നാത്ത ഒരേയൊരു വ്യക്തിയാണല്ലോ ഈ പെൺകുട്ടി. അവളിൽ എവിടെയൊക്കെയോ നന്മ അവന് അനുഭവപ്പെട്ടതുമാണ്. തന്നെ സൂക്ഷ്മം നോക്കി നിൽക്കുന്നവളുടെ മട്ടും ഭാവവും അവനിൽ ചിരി വരുത്തി. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മറ്റൊരു സ്റ്റാഫിനെ ഏൽപ്പിച്ച് അവൻ മുഫീദയുടെ അടുത്തേക്ക് വന്നു. റസിയയുടെ അനിയത്തിയല്ലേ? അവൾ എന്തെങ്കിലും ചോദിക്കും മുൻപേ ചോദിച്ചിരുന്നു ഷിബിലി. അതെ എന്ന് തലയനിക്കുക മാത്രം ചെയ്തു മുഫീദ. അപ്പോഴേക്കും അവളുടെ ചിന്ത പല വഴി കടന്നുപോയി. താനിവിടെ ഷോപ്പിങ്ങിനോ അതോ ആരെങ്കിലും അന്വേഷിച്ച് വന്നതാണോ? അവൻ്റെ ചോദ്യം കേട്ടതും ചിന്തയിൽ നിന്ന് ഉണർന്ന് അവനെ നോക്കി. നിങ്ങളാണോ ഷിബിലി? മനസ്സിൽ പൊട്ടിമുളച്ചൊരു സംശയം ഒട്ടും മടികൂടാതെ ചോദിച്ചു മുഫീദ. ആ തൻ്റെയിടമുള്ള ഭാവം കണ്ട് അതിശയത്തോടൊപ്പം അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയും വരുത്തി. വരൂ, നമുക്ക് അങ്ങോട്ടിരിക്കാം, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. അവൻ്റെ പ്രൈവറ്റ് റൂമിൽ അവൻ്റെ ടേബിളിന് മുമ്പിൽ അഭിമുഖമായിരുന്നു മുഫീദ. എന്തൊരു വിനയമാണ് ആ മുഖത്തെ. ഇയാളാണല്ലോ തൻ്റെ ഇത്തയെ സങ്കടങ്ങളിൽ നിന്നും കൈപിടിച്ച് കയറ്റിയത് എന്നോർക്കെ അവൾക്ക് അവനോട് സ്നേഹം നിറഞ്ഞൊരു ബഹുമാനം തോന്നിപ്പോയി. നിങ്ങളാണോ എൻ്റെ ഇത്താത്ത പറഞ്ഞ കഥയിലെ ജിന്ന്? എൻ്റെ ഇത്താത്തൻ്റെ കൽബ് കട്ടെടുത്ത ജിന്ന്? അവളുടെ ചോദ്യം അവൻ്റെ പുഞ്ചിരിയെ ഒന്നുകൂടി ഭംഗിയാക്കി. അവൻ്റെ കാപ്പിക്കണ്ണുകൾ വിടർന്നത് മുഫീദ ശ്രദ്ധിച്ചു. തൻ്റെ ഇത്ത അങ്ങനെ പറഞ്ഞോ? റസിയെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് ഒളിഞ്ഞു കൊടുക്കുന്നൊരു കുസൃതി മുഫീദക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇത്താത്ത പറഞ്ഞു. ഞാൻ തേടുന്ന ഷിബിലി നിങ്ങളാണെങ്കിൽ നിങ്ങളൊരു വലിയ മനുഷ്യനാണെന്ന് എൻ്റെ ഇത്ത പറഞ്ഞു. നന്മയുള്ളൊരു ഹൃദയത്തിന് ഉടമയാണെന്ന്. അവൾ പറഞ്ഞു നിർത്തുമ്പോൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ഓഹോ, അങ്ങനെയൊക്കെ പറഞ്ഞു അവൾ ആള് കൊള്ളാലോ. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നെപ്പറ്റി? അവളെ കളിപ്പിക്കാനായി കുസൃതി മറച്ചു പിടിച്ച് ചോദിക്കുമ്പോൾ തൻ്റെ പെണ്ണ് തന്നെക്കുറിച്ച് അവളുടെ കൂടപ്പിറപ്പിനോട് പറഞ്ഞത് എന്താണെന്ന് അറിയാനുള്ളൊരു ത്വരയും ഉണ്ടായിരുന്നു അവൻ്റെ ഉള്ളിൽ. പിന്നെ പുതിയൊരു ജന്മം ദാനമായി നൽകിയ മനുഷ്യനെ എൻ്റെ ഇത്ത പ്രാണനേക്കാൾ കൂടുതൽ പ്രണയിക്കുന്നുണ്ടെന്നും ഇനിയുള്ള ജീവിതം ആളുടെ മഹറണിഞ്ഞ് ആളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച് നല്ല പാതിയായി കൂടെ കഴിയാനാണെന്ന് ഇഷ്ടമെന്നും എൻ്റെ ഇത്താത്ത പറഞ്ഞു കേട്ടോ. ഒരു മടിയും കൂടാതെ ആ പെണ്ണ് പറയുമ്പോൾ കേട്ടിരിക്കുന്നവൻ്റെ ഉള്ളം തുളുമ്പിപ്പോയിരുന്നു. അത് കാരണമാവാം അവൻ്റെ കൺകോണിൽ എവിടെയോ ഒരു കണ്ണീർ തുള്ളി തിളങ്ങിയത്. എനിക്കും ഒത്തിരി ഇഷ്ടമാണല്ലോ ആ പൊട്ടി പെണ്ണിനെ. വെറുതെ ഇതിഷ്ടമല്ലട്ടോ, എൻ്റെ പ്രാണനിൽ അനിഞ്ഞു ചേർന്നു പോയൊരിഷ്ടം. കെട്ടി കൂടെ പൊറിപ്പിക്കാൻ തോന്നുന്നൊരിഷ്ടം. ആദ്യം കണ്ട മാത്രയിൽ തന്നെ കൽബിൽ പതിഞ്ഞതാണ് ആ നിഷ്കളങ്കത തുളുമ്പുന്ന പൂമുഖം. ഹറാമിൻ്റെ നോട്ടമായി പോകുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് പിന്നെ അവളുടെ വഴിയിൽ ഞാൻ അകലമിട്ട് നടന്നത്. പക്ഷേ
വിധി അവളെ എൻ്റെ മുൻപിൽ തന്നെ കൊണ്ടെത്തിച്ചു. കഥകളൊക്കെ തൻ്റെ ഇത്ത പറഞ്ഞു കാണുമല്ലോ അല്ലേ? ചുറ്റുമുള്ളവരാൽ വേദനിക്കുന്നൊരു പാവം പെണ്ണിനെ കണ്ടപ്പോൾ വിട്ടുപോവാൻ എനിക്ക് തോന്നിയില്ല. അന്ന് എല്ലാവരും ഉപേക്ഷിച്ച പെണ്ണിനെ കൈപിടിച്ച് കയറ്റിയത് എൻ്റെ വീട്ടിലേക്ക് മാത്രമല്ല, എൻ്റെ ജീവിതത്തിലേക്ക് തന്നെയായിരുന്നു. ഹൃദയത്തിൽ അവൾ മുൻപേ കൂടൊരുക്കി താമസം തുടങ്ങിയതാണല്ലോ. അവനൊന്ന് ചിരിച്ചുകൊണ്ട് ചെറുതായി പറഞ്ഞ് തല കുടഞ്ഞു. അവൻ്റെ ചിരയിൽ ആഴ്ന്നു പോയിരുന്നു മുഫീദ. എന്തോ വല്ലാത്തൊരു വിശ്വാസവും ബഹുമാനവും തോന്നുകയാണ് ഈ മനുഷ്യനോട്. തൻ്റെ ഇത്തയുടെ ഭാഗ്യമായവൻ. ഇത്രയും നാളും കുടിച്ചു തീർത്ത കണ്ണുനീരിൻ്റെ കയ്പിനൊക്കെയും പകരമായി പടച്ചവൻ കരുതി വെച്ച മധുരമാണ് തൻ്റെ മുൻപിൽ ഇരിക്കുന്നതെന്ന് മുഫീദ അടിവരയിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവനോട് എല്ലാം പറയണമെന്ന് അവൾക്ക് തോന്നി. കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് തൻ്റെ ചെവിയിൽ കൊടുങ്കാറ്റിൻ്റെ ആരവം പോലെ പ്രകമ്പനം സൃഷ്ടിച്ച തൻ്റെ ഉമ്മയുടെ വാക്കുകൾ തന്നെ ഒന്നാകെ ഉലച്ചു കളഞ്ഞ സത്യം ഷിബിലയോട് പറയാമെന്ന് തീരുമാനിച്ചു മുഫീദ. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞുപോയി. അതവൻ്റെ പ്രിയപ്പെട്ടവളെ ഓർത്തായിരുന്നു. അവളിതറിഞ്ഞാൽ എങ്ങനെ താങ്ങുമെന്ന് ഓർത്തായിരുന്നു. താൻ ഉപ്പയെന്ന് കരുതി സ്നേഹവും ബഹുമാനവും കൊടുത്തിരുന്ന മനുഷ്യൻ തൻ്റെ ആരുമില്ലെന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ ഉണ്ടാക്കിയവനോടുള്ള ദേഷ്യവും വെറുപ്പമാണ് തൻ്റെ പെറ്റുമ്മ തന്നോട് കാണിക്കുന്നത് എന്നറിയുമ്പോൾ ആ പാവം പെണ്ണിൻ്റെ ചങ്ക് തകരില്ലേ? അവളുടെ വേദന മാത്രമാണ് അവൻ ആ നിമിഷം ഓർത്തത്. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും തൻ്റെ ഇത്താത്ത ഈ രഹസ്യം അറിയരുതെന്ന് മുഫീദയോട് സത്യം ചെയ്യിപ്പിച്ചത്. ഷിബിലിക്ക് ആ നിമിഷം തന്നെ അവളുടെ അടുത്തേക്ക് പോകാൻ തോന്നി. അവളെ തൻ്റെ നെഞ്ചോട് ചേർത്തൊതുക്കി പിടിക്കാൻ തോന്നി. ഇന്നോളം അവൾ അനുഭവിക്കാത്ത സ്നേഹമൊക്കെയും പകർന്നു കൊടുക്കാൻ തോന്നി. എന്നാൽ അവൻ്റെ മനസ്സറിഞ്ഞതുപോലെ അതേ നിമിഷം അവൻ്റെ ഫോൺ ശബ്ദിച്ചിരുന്നു. കുഞ്ഞോൾ. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് കണ്ടതും ഹൃദയത്തിൽ മഞ്ഞുമഴ വീണ് പോലൊരു കുളിര് അനുഭവപ്പെട്ടു ഷിബിലിക്ക്. എന്നാൽ അവൻ മേടിച്ച് തന്ന പുതിയ ഫോണിൽ നിന്ന് ആദ്യമായി അവനെ വിളിക്കുന്ന ചമ്മലും വെപ്രാളവും പരിവേഷവുമൊക്കെയായി റസിയ നെഞ്ചെടുപ്പോടെ അപ്പുറത്ത് കാത്തുനിന്നു. ആരാ? ഇത്താത്തയാണോ? അവൻ്റെ മുഖത്തെ പ്രകാശം കണ്ട് മുഫീദ ചിരിയോടെ ചോദിച്ചു. അതെ, നിന്റെ ഇത്താത്ത തന്നെയാണ്. അത് പറയുമ്പോൾ അവൻ്റെ ചുണ്ടുകളിലേക്ക് മനോഹരമായൊരു പുഞ്ചിരി എത്തിയിരുന്നു. മുഫീദ കൗതുകത്തോടെ അവനെ നോക്കി. ഓരോ നിമിഷം കടന്നു പോകും തോറും അവരുടെ പ്രണയത്തിൻ്റെ ആഴം എത്രത്തോളമുണ്ടെന്ന് അവൾ തിരിച്ചറിയായിരുന്നു. മുഫീദയുടെ നോട്ടം കണ്ടവൻ ചിരി അടക്കി പിടിച്ചു. അവനെ ഒന്ന് ആക്കി ചിരിച്ച മുഫീദയെ നോക്കി എന്തെന്ന് പറഞ്ഞ് പുരികമുയർത്തി. മുഫീദ ഒന്നുമില്ലെന്ന് കണ്ണുകൊണ്ട് കാണിച്ചു. മുഫീദയുടെ മുൻപിലിരുന്ന് 1 മിനിറ്റ് എന്ന് പറഞ്ഞവൻ കുറച്ച് അപ്പുറത്തേക്ക് മാറി നിൽക്കുമ്പോൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ അവനെ നോക്കി കണ്ണിറുക്കി. മുഫീദയുടെ ഉള്ളം ആഹ്ലാദം കൊണ്ട് തുളുമ്പി. ഈ ലോകത്തിപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തി താനായിരിക്കുമെന്ന് തോന്നി അവൾക്ക്. അത്രയും സന്തോഷം ഇവിടേക്ക് വരുമ്പോഴുണ്ടാകുന്ന ഹൃദയവേദന ഇപ്പോൾ അല്പം പോലും ഇല്ലാതെ അലിഞ്ഞില്ലാതായിരിക്കുന്നു. ഹലോ. അവൻ ഫോൺ ചെവിയോരം ചേർത്ത് വെച്ചതും പെണ്ണിൻ്റെ പരിഭ്രമത്തോടെയുള്ള കിളിനാദമാണ് കേൾക്കുന്നത്. ഏത് ടെൻഷനിലും തൻ്റെ ഹൃദയത്തെ തണുപ്പിക്കാൻ കഴിയുന്ന മധുരമുള്ള സ്വരം. ഷിബിബ്കാക്ക് ആ പൊട്ടിപ്പെണ്ണിനെയൊന്ന് വട്ടുകളിപ്പിക്കാൻ തോന്നി. അവളുടെ പിടക്കുന്ന മിഴികളും നാണത്തിൻ ചോപ്പുള്ള കവിൾത്തടവും അവൻ്റെ കണ്ണിൽ തെളിഞ്ഞു. ഹലോ. ശബ്ദത്തിൽ അല്പം ഗൗരവം വരുത്തിയവൻ പറഞ്ഞതും റസിയയുടെ വെപ്രാളം ഇരട്ടിയായി. ആൾക്ക് തന്നെ മനസ്സിലാവാത്തതാണോ? തൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടില്ലായിരിക്കോ? അതോ ജോലി തിരക്കിൽ ഞാൻ വിളിച്ച് ശല്യം ചെയ്തതിൻ്റെ ദേഷ്യം കൊണ്ടാണോ? അവൻ്റെ ശബ്ദത്തിലെ ഗൗരവം മനസ്സിലാക്കി അവൾ പരിഭ്രമത്തോടെ ഓർത്തു. കോൾ കട്ട് ചെയ്ത് ഓടിക്കളഞ്ഞാലോ എന്നുവരെ തോന്നിപ്പോയ നിമിഷം. തൊണ്ടയിലേക്കെത്തിയ ശ്വാസം കനം വെച്ച് അവിടെ തന്നെ അടഞ്ഞു നിന്ന പോലെ. ഹലോ. വീണ്ടും അവൻ്റെ ശബ്ദം. ഞാനാ റസിയ. അവന് തന്നെ മനസ്സിലായിട്ടില്ലെങ്കിലോ എന്ന തോന്നലിൽ പറയുമ്പോൾ അവളുടെ സംസാരം ചെറുതായിട്ട് വിറക്കുന്നത് അവൻ അറിയാൻ കഴിയുന്നുണ്ട്. ഇനിയും താൻ ദേഷ്യം പഠിപ്പിച്ചാൽ അവൾ കരയുമോ എന്നും ഭയന്നവൻ. ഇനിയും അവളെ തമാശക്ക് പോലും കരയിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ലായിരുന്നു. ശരി, എന്താടോ? എന്തിനാ വിളിച്ചത്? അവൻ്റെ ശബ്ദം മയപ്പെട്ടിരുന്നു. തീർത്തും അലസമായി അവൻ ചോദിച്ചതും റസിയക്കങ്ങ് വല്ലാതെയായി. ഇന്നലെ ഫോൺ കയ്യിലേക്ക് തന്നപ്പോൾ ഇടയ്ക്ക് വിളിക്കണേ മോളെ എന്ന് സ്നേഹത്തോടെ പറഞ്ഞവൻ്റെ ഭാവമാറ്റം എന്തിനെന്ന് മനസ്സിലാകുന്നില്ല അവൾക്ക്. അടുത്ത് കാണുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ സ്നേഹവും കൊഞ്ചലുമൊക്കെ. ഹൃദയം വീങ്ങുന്ന വേദനയോടെ കുറച്ച് സമയത്തേക്കെങ്കിലും അവൻ്റെ സ്നേഹത്തെ സംശയിച്ചു പോയി പെണ്ണ്. ഞാൻ വെറുതെ വിളിച്ചതാ. ചുവരിൽ നഖം കൊണ്ട്
പിടിച്ചിലൊതുക്കി പറയുമ്പോൾ അവളുടെ സ്വരം വിങ്ങിയത് അവൻ വ്യക്തമായി അറിയുകയും ചെയ്തു. അവളിൽ നിന്നുയർന്ന ശ്വാസം പോലും ആസ്വദിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഷിബിലിക്ക് ആ പെണ്ണിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പോയി. വെറുതെ വിളിച്ചത്? ഏതായാലും വിളിച്ചതല്ലേ, എങ്കിൽ പിന്നെ ഒരു ഉമ്മ തന്നെ നിന്റെ ഇക്കൂനിനെ സന്തോഷിപ്പിച്ചേക്കും മോളൂസേ. അവൻ ചിരി ഒതുക്കി പിടിച്ച് ഗൗരവം വിടാതെ പറഞ്ഞതും അവനിപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാകാതെ ഒരു അങ്കലാപ്പോടെ കണ്ണും മിഴിച്ച് നിന്നുപോയി പെണ്ണ്. എന്തേ? അതേ പിടിച്ചിലോടെ ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദം നന്നേ പതിഞ്ഞു പോയിരുന്നു. മനസ്സിലായില്ലേ കുഞ്ഞോളെ, നിന്റെ ഇക്കൂനൊരു ഉമ്മ തരാൻ. ഇപ്പോൾ ആ ശബ്ദത്തിൽ നിറച്ചും കുസൃതിയാണെന്ന് റസ്യക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്നെ കളിപ്പിച്ചതായിരുന്നല്ലേ? റസ്യ കൂടുതൽ പരിവേഷമായി. റൂമിൽ മോളൂട്ടി പോലും ഇല്ലെന്ന് ഉറപ്പിച്ചാണ് ഷിബിക്കയെ വിളിച്ചതെങ്കിലും തന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന ചമ്മൽ കലർന്ന ഭയത്തോടെ അവൾ ചുറ്റിലും ഒന്ന് മിഴിയൊടിച്ചു പോയിരുന്നു. കുഞ്ഞോളെ, ഒരു ഉമ്മത്താ പെണ്ണെ. കൊഞ്ചലോടെ അവൻ വിളിച്ചതും അത്രമേൽ ആർദ്രമായ അവൻ്റെ സ്വരം അവളുടെ കാതിനെ കുളിരണിച്ചു. അയ്യേ, ഇപ്പോഴോ? ഫോണിലൂടെ? ഇല്ല, തിരൂല. ഫോണിലൂടെ ഇതുപോലെ സംസാരമൊന്നും വശമില്ലാത്തവൾ നാണത്തോടെ ചോദിച്ചു. അവൻ കണ്ണടച്ച് പിടിച്ച് റസിയെ മനസ്സിൽ നനച്ചുകൊണ്ട് ചുംബിക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കി. അവനടുത്തില്ലെങ്കിലും ആ ചുംബനം ഏറ്റുവാങ്ങിയതുപോലെ അവളുടെ മേനയൊന്ന് കിടുകൊടുത്തു. ഡി, എനിക്ക് തരില്ലേ? നിനക്ക് ഇതിനൊക്കെ ഇത്ര പ്രയാസമാണോ? വേറൊന്നും ചോദിച്ചില്ലല്ലോ ഞാൻ. ഒന്നുമല്ലെങ്കിലും ഞാൻ നിന്നെ കെട്ടാൻ പോകുന്നവനല്ലടി. അവളുടെ മൗനം മറിഞ്ഞവൻ വീണ്ടും നിരാശയോടെ ചോദിച്ചു. ഇങ്ങനെയൊന്നും എനിക്കറിയില്ല. ഇല്ലെന്ന് തല വെള്ളിച്ച് മോളി നാണത്തോടെ പറഞ്ഞു റസ്യ. എങ്കിൽ പിന്നെ നീ നമ്മുടെ ഉമ്മാനെങ്കിലും ഒന്ന് വിളിക്കടി. അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് ഉമ്മ തന്നതാണെന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. പരിഭവം കലർന്നൊരു സ്വരത്തിൽ അവൻ പറഞ്ഞതും റസിയ പൊട്ടിച്ചിരിച്ചു പോയി. ആ ചിരി അവൻ്റെ പരിഭവം കൂട്ടി. ആ കൊച്ചു പെണ്ണിനോടുള്ള പ്രണയവും. ചിരിക്കേ, ഇതിലുള്ളത് കൂടി ഞാൻ ചേർത്ത് ഞാൻ തന്നോളട്ടോ കുഞ്ഞോളെ. അവസാനം അവളെ ഒന്ന് കനപ്പിച്ച് വിളിച്ചു ഷിബി. ഓ പിന്നെ തരാനിങ്ങ് വന്നേച്ചാലും മതി. ഞാൻ ഐഷുമ്മയോട് പറയുന്നുണ്ട് കേട്ടോ ഷിബിക്കേ. ഐഷുമ്മ ഓടിച്ചു വിട്ടോളും നിങ്ങളെ. അവനെ ചൊടിപ്പിക്കാനായി ചിരി ഒതുക്കിപ്പിറിച്ച് പറഞ്ഞു റസിയ. അവരുടെ മധുരം തോന്നുന്ന സംസാരം കുറച്ച് സമയം കൂടി നീണ്ടു. അതേ, സാബിത്തെ വിളിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ അടുക്കളയിലേക്ക് പോവാണേ. സാബിറെ വിളിച്ചതും സംസാരം അവസാനിപ്പിക്കാൻ തിടുക്കം കൂട്ടി റസിയ. ആ സംസാരം മുറിഞ്ഞു പോകുന്നതിനുള്ള പരിഭവം കൊണ്ട് സാബിറയോട് പോലും ദേഷ്യം തോന്നിപ്പോയി അവന്. ഹോ, നിന്റെ സാബിത്തെ മുഷിപ്പിക്കണ്ട, പോയിക്കോ. ഇടയ്ക്ക് ഈ ഉള്ളവനെയൊന്ന് പരിഗണിച്ചാൽ മതി കേട്ടോ. സൗകര്യപ്പെടുമെങ്കിൽ ഇടയ്ക്കിങ്ങനെ വിളിച്ച് എൻ്റെ ഉള്ളൊന്ന് തണുപ്പിക്കാൻ കഴിയുമോ ആവോ കുട്ടിക്ക്. അവളോട് ഇനിയും സംസാരിക്കാൻ കൊതിക്കുന്ന ആ മനസ്സ് അവൻ്റെ സ്വരത്തിലാകെ നിരാശ പടർത്തിയിരുന്നു. ഞാനൊന്നും വിളിക്കില്ല. വിളിച്ചപ്പോൾ എന്തായിരുന്നു ജാട? ഇങ്ങനെയൊന്നും അല്ലല്ലോ അപ്പോൾ സംസാരിച്ചത്, അവളും കുറുമ്പോടെ പറഞ്ഞു. അങ്ങനെ അവനെ ചൊടിപ്പിക്കാനായി അങ്ങനെ പറയുമ്പോഴും അവൻ്റെ മാന്ത്രിക സ്വരം കേട്ടു മതിയാവാത്തതിൻ്റെ നിരാശ അവളിലുമുണ്ടായിരുന്നു. ഫോൺ വെച്ച് മുഫീദയുടെ അടുത്തേക്ക് വരുമ്പോൾ അവൻ്റെ മുഖത്ത് നേരത്തെ ഉള്ളതിനേക്കാൾ പ്രസരിപ്പുണ്ടായിരുന്നു. തൻ്റെ ഇത്താത്തയുടെ ശബ്ദം പോലും ഇവനെ ഇത്ര സന്തോഷിപ്പിക്കുന്നുണ്ടെന്നോ? മുഫീദ മനോഹരമായൊരു പുഞ്ചിരി അവന് നൽകിക്കൊണ്ട് പോകാനായി എഴുന്നേറ്റു. പോവാണോ? ഷിബിലി ഒരു കുഞ്ഞനിയത്തിയോടെന്ന പോലെ വാത്സല്യത്തോടെ ചോദിച്ചു. പോകുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടായിരുന്ന ദുഃഖഭാരം മുഴുവനും കഴുകിക്കളഞ്ഞ ഹൃദയം നിറഞ്ഞൊരു സന്തോഷത്തോടെയാണ് കേട്ടോ ഞാൻ മടങ്ങുന്നത്. എൻ്റെ ഇത്തയെ ഇനി ഒരിക്കലും കൈവിടില്ലെന്ന് വിശ്വസിച്ചോട്ടെ ഞാൻ. മുഫീദ അവൻ്റെ കൈ കൂട്ടിപ്പിടിച്ചു. എൻ്റെ ജീവനെ പിരിഞ്ഞാൽ പിന്നെ ഈ ഷിബിലി ഭൂമിയിലുണ്ടാവുമോ മോളെ? സ്നേഹവും ആത്മാർത്ഥതയും നിറഞ്ഞ അവൻ്റെ വാക്കുകൾ. അവളെ പിരിഞ്ഞാൽ പിന്നെ അവനില്ലെന്നല്ലേ പറഞ്ഞത്? ആ വാക്കുകൾ മുഫീദയുടെ കണ്ണ് നനയിച്ചു. അത്രമേൽ സന്തോഷം കൊണ്ടാണ്. താൻ സമാധാനത്തോടെ പോയിക്കോളൂ. പൊന്നു പോലെ ഞാൻ നോക്കിക്കോളാം നിൻ്റെ ഇത്തയെ. ഓളെ എനിക്ക് തന്നാൽ ഓളെ ഈ നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹിച്ചോളാമെന്ന് ഞാൻ പടച്ചോന് കൊടുത്ത വാക്കാണ്. അത് തെറ്റിക്കണമെങ്കിലേ ഈ ഷിബിലി മരിക്കണം. ഷിബിലിയുടെ പുഞ്ചിരി അവളുടെ ചുണ്ടിലേക്കും പകർന്നു. രണ്ടുപേരും വിവാഹത്തിന് വരണം കേട്ടോ. മറ്റാരും ക്ഷണിച്ചില്ലെന്ന് കരുതി വരാതിരിക്കുന്നത്. എൻ്റെ വിവാഹമാണ്. അവൾ അവരെ വിവാഹത്തിന് ക്ഷണിച്ചു. ഇൻഷാ അല്ലാഹ് തൻ്റെ നിക്കാഹിന് ഞാനും എൻ്റെ പെണ്ണും വന്നിരിക്കും. ഷിബിലി ഉറപ്പോടെ പറഞ്ഞു. നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കൂല എന്ന് പറഞ്ഞില്ലേ ഞാൻ. ഇനി ഒരു പെൺകുട്ടിൻ്റെ കണ്ണീരിന് ശാപം കൂടി ഏറ്റുവാങ്ങാൻ എനിക്ക് വയ്യട്ടോ. നബീസുമ്മ പരിസരം മലർന്ന് അലറി. നിസാമിൻ്റെ പുതിയ വിവാഹക്കാര്യം ഹംസയുടെ നാവിൽ നിന്ന് അറിഞ്ഞ നെട്ടലിലാണ് ആ ഉമ്മ. അയാൾ എല്ലാം തീരുമാനിച്ച മട്ടാണ്. അടുത്ത സൺഡേ നിക്കാഹ് നടത്താൻ പെണ്ണിൻ്റെ വീട്ടുകാർക്കും സമ്മതം. അതിനു മുമ്പേ നിസാമിൻ്റെ ഉമ്മയെ ഒന്ന് അറിയിക്കേണ്ടതുണ്ടല്ലോ.
ബഹളം കേട്ട് ലിബയും ബാനും ഇഷാമുമൊക്കെ ആ ആളിലേക്കെത്തി. ലിബ കതകിൻ്റെ മറവിൽ തന്നെ നിന്നതേയുള്ളൂ. അന്നത്തെ സംഭവത്തിന് ശേഷം അവരാരും അവളെ ഗൗനിക്കാറില്ല. മുൻപിൽ ചെന്ന് പെടുമ്പോഴൊക്കെ കൊട്ടക്കണക്കിന് പുച്ഛവും മയക്കും നൽകുകയും ചെയ്യും. നബീസോ! താക്കീതോടെ ഹംസയുടെ ഉച്ച ഉയർന്നു. വിളിക്കരുത്, വിളിക്കരുത് നിങ്ങളെന്നെ. ക്രൂരരാണ് നിങ്ങൾ, കൊടും പാപിയാണ് നിങ്ങൾ. ചെകുത്താൻ്റെ ഹൃദയമാണ് നിങ്ങളെ ഉള്ളിലുള്ളത്. നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പാപമൊക്കെ എവിടെ പോയി ഒഴുക്കി കളയാനാണ് മനുഷ്യ? പരിസരം മറന്ന് നബീസുമ്മ അയാളുടെ നേരെ ചീറി. ഉമ്മ, എന്താണ് ഇവിടെ? ഒരു സൗര്യവും സമാധാനം ഈ വീട്ടിലില്ലെന്ന് വെച്ചാൽ. കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെയാണ്. ഈ നരകം വിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ തോന്നും. അത്രക്കും ഭ്രാന്തി പിടിക്കുന്നുണ്ട്. നിസാമിനോടും ഹംസയോടുമുള്ള ദേഷ്യത്തിൽ ഇഷാം നബീസുമ്മയുടെ നേരെ നോക്കി അട്ടഹസിച്ചു. ആ അലർച്ചയിൽ അകം മുഴുവനും ഒരു നിമിഷം നിശബ്ദമായെങ്കിലും ഹംസ പുച്ഛത്തോടെ അവനെയൊന്ന് നോക്കി. ലിബ പേടിച്ച് വാതിലിൻ്റെ പുറകിലേക്ക് പതുങ്ങി. ഭ്രാന്തി പിടിച്ചെങ്കിലേ പോയി വല്ല ഭ്രാന്താശുപത്രിയിലും പോയി കിടക്ക്. ഹംസ എപ്പോഴത്തെ പോലെയും ഇഷാമിനെ പുച്ഛിച്ചു. അയാൾ തൻ്റെ ഭർത്താവിനെ പറഞ്ഞത് ഒട്ടും പിടിക്കാതെ പല്ലെറുമ്പിക്കൊണ്ട് മുന്നോട്ട് വന്ന ബാനുവിൻ്റെ കയ്യിൽ ഇഷാം പിടിച്ചു നിർത്തി. എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ ബാപ്പയാണ് അയാളെന്ന ഓർമ്മയിൽ അവളെ കണ്ണുകൊണ്ട് വിലക്കിയവന്. നിങ്ങളും നിങ്ങളെ കുരുത്തം കെട്ടൊരു മോനും കൂടെ ഒരു പാവം പെണ്ണിൻ്റെ ജീവിതവും തച്ചുടച്ചു. മനസ്സോടെയെങ്കിലും അതിന് കൂട്ട് നിന്നു ഞാനും. ഇനിയൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടി നശിപ്പിക്കാനേ ഞാൻ സമ്മതിക്കൂല, നബീസുമ്മ തീർത്തു പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.